നിന്റെ മുതലാളി പാലാരിവട്ട ശശി പോലും എന്നോട് ഇങ്ങനെ സംസാരിക്കാറില്ല. നിനക്കറിയാവോടാ ഞാൻ ആരാണെന്ന്. നിന്നോട് മഴവെള്ളം കയറാതിരിക്കാനുള്ള ഷീറ്റ് കെട്ടാൻ പറഞ്ഞിട്ട് നീ ചെയ്തില്ലേ? പെട്ടെന്ന് നീ ഓർഡർ ചെയ്ത സാധനം ഡെലിവറി ചെയ്തിട്ട് വാടാ. CMC കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ശ്രാവണും രാഹുലും മേഘയും. ഇതിനെ എല്ലാത്തിനും പുറമെ ആ കോളേജിന്റെ ഉടമ രാഹുലിന്റെ അച്ഛനായിരുന്നു. രാഹുലിനെ പ്രേമിച്ചാൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മേഘ ചിന്തിച്ചു. ഇത് മനസ്സിലാക്കിയ രാഹുൽ മേഘയ്ക്ക് നേരെ ഒരു ചൂണ്ടയെറിഞ്ഞു. കൃത്യമായി മേഘ അവൻ എറിഞ്ഞ ചൂണ്ടയിൽ കൊളുത്തി. ശ്രാവൺ പല സ്ഥലങ്ങളിൽ വെച്ച് അവന്റെ കാമുകി മേഘയെ രാഹുലിന്റെ കൂടെ കണ്ടിരുന്നു. പക്ഷേ രാഹുൽ അവളുടെ നല്ലൊരു സുഹൃത്ത് മാത്രമായിരുന്നു എന്നാണ് ശ്രാവണിനെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത്. നിന്റെ കൂടെ വന്നിട്ട് പാളയം മാർക്കറ്റിൽ ഇറങ്ങി തെണ്ടാൻ എനിക്ക് വയ്യ. എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം അല്ല വേണ്ടത്. ഞാൻ നിന്നെ പോലൊരു ദരിദ്രവാസിയല്ല. നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തര നീ ഇപ്പൊ കാണിക്കുന്നത്. ശ്രാവണിനെ പോലെ നല്ലൊരു ചെക്കനെ വിട്ടിട്ട് ഇവനെ പോലെ ഒരു ഫ്രോഡിന്റെ പിറകെ നീ പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അമൃത, നിനക്കെന്താ? നീ എന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരണ്ട, മനസ്സിലായോ? ശ്രാവണിന്റെയും മേഘയുടെയും അടുത്ത സുഹൃത്തായിരുന്നു അമൃത. അവർക്കിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ വന്നാൽ പോലും അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് അമൃതയായിരുന്നു. നീ ഇങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മേഘ. ശ്രാവണിനെ പോലെ നല്ല സ്വഭാവമുള്ള ഒരാളും നിനക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവൻ നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പാർട്ട് ടൈം ജോലി ചെയ്ത് അവന് കിട്ടുന്ന കാശിന് സ്വന്തം വിശപ്പ് പോലും നോക്കാതെയാ അവൻ നിനക്ക് ഫുഡ് വാങ്ങി തന്നിട്ടുള്ളത്. നീ സുഖമില്ലാതെ കിടന്നപ്പോ കോളേജിൽ പോലും വരാതെ ഫുൾ ടൈം അവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? നിനക്ക് മരുന്ന് വാങ്ങി തന്ന് നിന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് പൊന്നു പോലെയല്ലേ നിന്നെ അവൻ നോക്കിയത്? നിന്റെ ആഗ്രഹങ്ങളൊക്കെ നീ വലിയ വായിൽ അവനോട് പറയാറുണ്ടല്ലോ. അതൊക്കെ സാധിച്ചു തരാൻ ഒരുപാട് തവണ അവൻ പട്ടിണി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവന് തോന്നി. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്ത് അവൻ ഒറ്റയ്ക്കായി. സങ്കടം സഹിക്കവയ്യാതെ അവൻ മുകളിൽ അവളുടെ മുറി നോക്കി ഉറക്കെ ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിനു ചതിച്ചു? എന്നെ എന്തിനു ഇതിലേക്ക് വലിച്ചഴിച്ചത്? ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. മഴയിൽ അവന്റെ കണ്ണുനീരാരും കണ്ടില്ല. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. 90 കോടി അവന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവന് മനസ്സിലായില്ല. പിന്നെയും അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അത് കണ്ടതും ദുഃഖമെല്ലാം മാറി സന്തോഷമായി. ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഇന്നു മുതൽ നീ ദരിദ്രനല്ല, ഒരു വലിയ കോടീശ്വരനാണ്. യഥാർത്ഥത്തിൽ ആരാണ് ശ്രാവൺ? ഒരു രാത്രി കൊണ്ട് അവൻ എങ്ങനെ ഒരു പണക്കാരനായി മാറി? നീ നിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ കുടുംബ സ്വത്തുക്കളെല്ലാം ഇനി നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു. പക്ഷേ അവനെ ഒരു വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതിൽ ഏത് കാർ ഞാൻ മേടിക്കും? ഇത് തന്നെ. അല്ലല്ല, അത് വാങ്ങും. പ്ലാറ്റിന സിറ്റി ബാങ്ക് നഗരത്തിലെ ഏറ്റവും വലിയ ബാങ്കാണെന്ന് മാത്രമല്ല, അവിടെ അക്കൗണ്ട് തുറക്കാൻ അനുമതി കൊടുത്തിരുന്നത് കോടീശ്വരന്മാർക്ക് മാത്രമായിരുന്നു. പണത്തിന്റെ മണം തന്നെ മത്തുപിടിപ്പിക്കുന്നതാ. പൈസ കിട്ടിയ ഞാൻ ആദ്യം പുതിയ ഡ്രസ്സ് വാങ്ങും. ചെന്ന് കേറിയപ്പോ തന്നെ ശ്രാവൺ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഇടിച്ചു. ഐ എം സോ സോറി. ഞാൻ നിങ്ങളെ കണ്ടില്ല. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എന്ത് സോറി? ഇത്രയും വലിയ എന്നെ നിനക്കെന്താ കാണാൻ പറ്റുന്നില്ലേ? നേരെ നോക്കി നടക്കണം. അപ്പോഴാണ് ബാങ്ക് ഉദ്യോഗസ്ഥയായ ഹരിണി അവിടെ നടക്കുന്ന ബഹളം ശ്രദ്ധിച്ചത്. And how is your sorry going to help me at all? Ma'am, I'm sorry ma'am. Are you okay? No, he just hurt my head. Oops. ഓ, ഐ എം സോറി. അപ്പോഴാണ് കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിൽ വന്ന ശ്രാവണിനെ ഹരിണി ശ്രദ്ധിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യത്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ എന്റെ കാശ് വിഡ്രോ ചെയ്യാൻ വന്നതാ. വാട്ട്? കാശോ? നിന്റെ പ്ലാറ്റിനം കാർഡ് ഉണ്ടോ? പ്ലാറ്റിനം കാർഡ് സ്വന്തമാക്കുക എളുപ്പമല്ലായിരുന്നു. കാർഡോ? പ്ലാറ്റിനം കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ഫീസായി ഈടാക്കിയിരുന്നു. എവിടെ നിന്റെ കാർഡ്? കാർഡൊന്നും ഇല്ല. വെരി ഗുഡ്. ഹരിണി കരുതിയത് ആ പയ്യൻ വഴിമാറി ഇങ്ങോട്ടേക്ക് കയറി വന്നതാണെന്നാണ്. പക്ഷേ ആ പെൺകുട്ടി കരുതിയത് അവൻ ശരിക്കും തലയ്ക്ക് വെളിവില്ലാത്ത ഏതോ പയ്യനാണെന്നാണ്. ഹരിണി നോക്ക്, ഇങ്ങനെ വഴി കൂടി പോകുന്നവരൊക്കെ ഇവിടെ കയറി നിറങ്ങി എന്നെ പോലുള്ള കസ്റ്റമേഴ്സിന് ശല്യം ഉണ്ടാക്കിയ അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാ. പ്ലാറ്റിന ബാങ്കിന്റെ ഇമേജിനെയും അത് ബാധിക്കും.
സോ ഐ ഹോപ്പ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. യാ മാം, ഷുവർ ഐ വിൽ. ഇവനിത് എവിടെ പോയി? ഹരിണി തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രാവണിനെ അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. ഷേ, എവിടെ പോയി? പോയോ? രക്ഷപ്പെട്ടു. ആശല്യൊന്ന് പോയി കിട്ടിയല്ലോ. ഹരിണി അന്നത്തെ ആദ്യത്തെ ഫയൽ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരുടെയോ പ്രതിഫലനം കണ്ണാടിയിൽ കണ്ടത്. അത് മറ്റാരുമല്ല, ശ്രാവൺ തന്നെയായിരുന്നു. അവൻ ബാങ്കിന്റെ VIP ലോഞ്ചിൽ കയറാൻ പോകുന്നതാണ് ഹരിണി കണ്ടത്. VIP ലോഞ്ചിന്റെ ഉള്ളിൽ കയറാനുള്ള പ്രിവിലേജ് നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹേയ് യു, അനങ്ങി പോരുത്. എടാ നിൽക്കാൻ. ഐ എം സോറി സർ. ഐ എം സോറി മാം. നിന്നെ ഞാൻ ഇന്ന്. ഓ മൈ ഗോഡ്. ഷേ, VIP ലോഞ്ചിന്റെ ഉള്ളിൽ ബാങ്കിന്റെ മാനേജർ ജോൺ പോൾ ഇരിപ്പുണ്ടായിരുന്നു. ഹലോ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ് യു? അന്നേരം VIP ലോഞ്ചിന്റെ പളവളപ്പ് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ശ്രാവൺ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ എന്റെ കാശ് വിഡ്രോ ചെയ്യാൻ വന്നതാ. നിന്റെ അടുത്ത് നമ്മുടെ പ്ലാറ്റിനം കാർഡ് ഉണ്ടോ? ഇല്ല. കാർഡില്ലെങ്കിൽ കാശ് എടുക്കാൻ സാധിക്കില്ല. പോയിക്കോ, ഇറങ്ങി പോവാൻ ഇവിടുന്ന്. ഔട്ട്. ഇല്ല, എന്റെ കാശ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. കാര്യം അവന്റെ കയ്യിൽ പ്ലാറ്റിനം കാർഡില്ല. പക്ഷെ അതിന്റെ അർത്ഥം അവൻ വലിയ വീട്ടിലെ ചെറുക്കനല്ല എന്നല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാർഡില്ലെങ്കിൽ ഇവിടുന്ന് കാശ് എടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ വിഡ്രോ ചെയ്യാൻ കാശ് എന്തെങ്കിലും നിനക്ക് ഉണ്ടായിട്ട് വേണ്ടേ? സമയം കളാതെ പോയി ഔട്ട്. കാശുണ്ട്, അതുകൊണ്ടല്ലേ അതെടുക്കാൻ ഞാൻ വന്നത്. നീ കുറെ നേരായി ഇവിടുന്ന് ഷോ ഇറക്കുന്നു. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഗാർഡ്സിനെ വിളിക്കും. അവന്മാര് നിന്നെ തല്ലി പുറത്താക്കും ഇവിടുന്ന്. അത് വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. മാനേജർ ജോൺ പോളിന്റെ ദേഷ്യം കൂടുന്നതിനനുസരിച്ച് ശ്രാവണിന്റെ പേടിയും കൂടിക്കൂടി വന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ഓർത്തത്. ഫിംഗർ പ്രിന്റ്. പക്ഷേ ജോൺ പോളിന് അന്നേരം മനസ്സിലാകാത്ത കാര്യം ശ്രാവണിന് ഫിംഗർ പ്രിന്റിനെ പറ്റിയുള്ള വിവരം എവിടെ നിന്ന് കിട്ടിയെന്നാണ്. നിങ്ങൾ പറഞ്ഞത് കാർഡ് വേണമെന്നല്ലേ? എന്റെ കയ്യിൽ കാർഡില്ല, പക്ഷെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. മാത്രമല്ല എനിക്കറിയാം ഫിംഗർ പ്രിന്റ് വെച്ചിട്ടും ഇവിടെ കാശ് എടുക്കാൻ പറ്റുമെന്ന്. ശ്രാവൺ ഫിംഗർ പ്രിന്റിനെ പറ്റി പറഞ്ഞപ്പോൾ മാനേജർ ഒരു നിമിഷം സംശയത്തോടെ അവനെ നോക്കി. ശരി, നിനക്ക് ഫിംഗർ പ്രിന്റ് ആക്സസ് വേണം അല്ലേ? നിക്ക്, ഇപ്പൊ തരാം. ഫിംഗർ പ്രിന്റ് വേണല്ലേ? നീങ്ങുവാ, ഇങ്ങോട്ട് വരാൻ. ഇന്നാ നിന്റെ ഫിംഗർ പ്രിന്റ് വെക്കേ. രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിൽ നിന്നും ഒരു ശബ്ദം വരാൻ തുടങ്ങി. അതിൽ ആക്സസ് ഡിനൈഡ് എന്ന് ചുവപ്പിൽ എഴുതി കാണിച്ചു. മാത്രമല്ല ഉറക്കെ ബീപ്പ് ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. അടിപൊളി സാർ, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വർക്കായില്ലല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത് പറയാൻ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? സാർ, ഞാൻ ഒരു തവണ കൂടി ട്രൈ ചെയ്തോട്ടെ? എന്തിനാ ഒരു തവണ കൂടി? മാനേജർ ജോൺ പോൾ ശ്രാവണിന്റെ ജീൻസിലേക്ക് നോക്കി. അവൻ പോക്കറ്റിൽ നിന്നും വല്ല ആയുധവും എടുക്കാൻ പോവുകയാണോ എന്ന് അയാൾക്ക് സംശയം തോന്നി. വല്ല കത്തിയോ തോക്കോ ബോംബോ എടുക്കാനുള്ള പുറപ്പാടാണോ എന്ന് ഭയന്ന് അയാൾ ഫോൺ എടുത്ത് പോലീസിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി. ശ്രാവൺ അയാളുടെ മൊബൈൽ സ്ക്രീനിൽ നോക്കിയപ്പോൾ 100 ഡയൽ ചെയ്യുന്നത് കണ്ടു. അവൻ പെട്ടെന്ന് പേടിച്ചു പോയി. സാർ പ്ലീസ് സാർ. സാർ നിങ്ങൾ എന്താ ചെയ്യുന്നേ? ജോൺ പോളിനെ പോലീസിനെ വിളിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രാവണിന് കഴിഞ്ഞില്ല. സാർ ഞാനൊരു ക്രിമിനൽ അല്ല, സത്യം. എന്റെ കൈ ആകെ വിയർത്തിരിക്കുക. ഒരൊറ്റ പ്രാവശ്യം കൂടെ പ്ലീസ്. എടാ ചെറുക്ക, നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഒരൊറ്റ തവണ കൂടെ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇനി അത് മാച്ച് ആയില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് കൊണ്ടുവന്നത് പോലീസാവും. പറഞ്ഞേക്കാം. എന്താ കൈവയ്ക്ക്. ഓ, ഒന്ന് പെട്ടെന്നാകട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. ശ്രാവൺ തന്റെ കയ്യിലെ വിയർപ്പ് ഷർട്ടിൽ അമർത്തി തുടച്ചു. ഫോണിൽ ഒന്നുകൂടി കൈവച്ചു. ജോൺ വലിയ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും പെട്ടെന്നാണ് സ്ക്രീനിൽ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന നോട്ടിഫിക്കേഷൻ തെളിഞ്ഞത്. അപ്പോൾ തന്നെ ജോണിന്റെ കയ്യിലുള്ള ഫോണിൽ നോട്ടിഫിക്കേഷനും വന്നു. അയാൾക്ക് തന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൽ തെളിഞ്ഞ പേര് അയാൾ അവ്യക്തമായി വായിച്ചു. ശ്രാവൺ ദേവ് ഇന്ദ്രപ്രസ്ഥം. സർ, ഐ ആം റിയലി സോറി. എനിക്ക് ആളെ അറിയാഞ്ഞിട്ടാ സർ. ഞാൻ ഈ ബ്രാഞ്ചിൽ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയതാ. ക്ഷമിക്കണം സർ.
സർ, ഞാൻ മിസ്റ്റർ ജോൺ പോൾ, ഈ ബ്രാഞ്ചിന്റെ മാനേജർ. എന്താവശ്യം വേണമെങ്കിലും പറഞ്ഞോ സർ. ഐ എം റെഡി ടു ഹെൽപ്പ്, പ്ലീസ്. അതൊന്നും സാരമില്ല. തൽക്കാലം എനിക്ക് എന്റെ അക്കൗണ്ട് ബാലൻസ് ഒന്ന് അറിയണം. അതെന്താ സർ? ഇത് ഞാനിപ്പോൾ തന്നെ നോക്കി പറഞ്ഞുതരാം. 90,80,70,650. ആ തുക ജോൺ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത്രയും വലിയൊരു അക്കൗണ്ട് ബാലൻസ് ഉള്ള കസ്റ്റമറിനെ അയാൾ ഇതാദ്യമായാണ് കാണുന്നത്. എന്നാൽ അവന്റെ ആ രൂപവും പ്രായവും ഒക്കെ ജോണിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ശ്രവൺ സർ, താങ്കളുടെ അക്കൗണ്ടിൽ ക്യാഷ് അല്ലാതെ വേറെ കുറച്ച് ലക്ഷറി ഐറ്റംസ് കൂടിയുണ്ട്. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. സർ, സാറിന്റെ പേരിൽ ഒരു ബ്ലാക്ക്, പിന്നെ 100 കിലോയോളം സ്വർണവും പിക്കാസോയുടെ 3 ഒറിജിനൽ പെയിന്റിംഗ് കൂടിയുണ്ട് സർ. പിന്നെ കുറെ ഡയമണ്ട്സും പേളും. വില കൂടിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സർ. ഇത്രയും വലിയൊരു കോടീശ്വരനെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് മാത്രമല്ല ജോണിനുണ്ടായത്. അയാളുടെ സമ്പത്തിന്റെ 10% പോലും ആ ബ്രാഞ്ചിൽ വേറെ ഒരു മനുഷ്യനുമില്ല. അപ്പോ എനിക്കൊരു പുതിയ കാർഡ് വേണം. ഓ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം സർ. ഇരുന്നാട്ടെ, ഒരു 10 മിനിറ്റ്. ഞാനിപ്പോ വരാം സർ. ജസ്റ്റ് വെയിറ്റ്. ശ്രാവൺ തന്റെ ഫോണിൽ ഒരു മെസ്സേജ് നോക്കുന്ന സമയം കൊണ്ട് തന്നെ ജോൺ പുതിയ കാർഡുമായി ഓടിയെത്തി. കാർഡ് അവന് നേരെ നീട്ടി. ഇതാണ് സർ താങ്കളുടെ പ്ലാറ്റിനം കാർഡ്. പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെയിൽ ചെയ്തോളാം സർ. ഐ എം ജോൺ പോൾ, ബ്രാഞ്ച് മാനേജർ. ഓൾവേസ് ഫോർ യുവർ സർവീസ്. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാണ്. ഓക്കെ സർ, വരൂ, ഞാൻ കൂടി വരാം. പെട്ടെന്നാണ് ശ്രാവൺ ജോണിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേന എടുത്ത് ഒരു കഷ്ണം പേപ്പറിൽ എന്തോ എഴുതി ജോണിന്റെ കയ്യിൽ കൊടുത്തത്. അയാൾ ആ പേപ്പർ വായിക്കാനായി തുറന്നു. ഇതേ സമയം ക്യാബിന് പുറത്ത് ഹരിണി ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ ജോലിയാകും ആദ്യം പോകുന്നതെന്ന് അവൾക്കറിയാം. ഇതിനിടയിലാണ് ശ്രാവൺ മാനേജറിന്റെ ക്യാബിനിൽ നിന്നും വലിയ സന്തോഷത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടത്. ഏയ്, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നാറി നീ ക്യാബിനിൽ കയറിയത്? ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞല്ലേ മാഡം, പണം എടുക്കാനാ വന്നവന്ന്. നിർത്തണം നിന്റെ കള്ളം പറയും. പെട്ടെന്നാണ് ഹരിണി ശ്രാവണിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന പ്ലാറ്റിന കാർഡ് കണ്ടത്. ഓ മൈ ഗോഡ്! സെക്യൂരിറ്റി, സെക്യൂരിറ്റി, ഇവനെ പിടിക്ക്. എന്താ മാഡം, എന്തിനാ സെക്യൂരിറ്റി വിളിക്കുന്നത്? ദേ, ഇവൻ ഇവിടുന്ന് മോഷണം നടത്തി രക്ഷപ്പെടാൻ നോക്കുന്നതാ. ഇവന്റെ പോക്കറ്റിൽ നോക്ക്, പെട്ടെന്നാവട്ടെ. കൈവാരടാ, നോക്കട്ടെ. നിങ്ങൾ ഇതെന്താ കാണിക്കുന്നേ? മാഡം, ഇവന്റെ പോക്കറ്റ് കീറിയിട്ടുണ്ട്. വാട്ട്? പോക്കറ്റ് കീറിയെന്നോ? മാഡം, എനിക്ക് തോന്നുന്നത് ഇവൻ കത്തി പോലെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പോക്കറ്റ് കീറിയതായിരിക്കും. ഓ മൈ ഗോഡ്! താൻ ഇത് എന്താണോ പറയുന്നേ? അയ്യോ, അപ്പം ജോൺ പോൾ സർ, ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? മാഡം പ്ലീസ്, ഞാൻ പറയട്ടെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ പ്ലാറ്റിനം ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതേ സമയം ക്യാബിനിലിരുന്ന് ജോൺ പോൾ പുറത്തു നടക്കുന്ന ബഹളങ്ങളൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. എന്താ അവിടെ പ്രശ്നം? സാറ് ജീവനോടെ ഉണ്ടോ? ഞാനതിന് ചത്തിട്ടില്ല. ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നത്? അയ്യോ, ശ്രാവൺ സാർ, സാറിന്റെ എവിടെ? എടോ, പിടിവിടൂ. എന്താ ഹരിണി ഇത്? സാർ, ഐ എം റിയലി സോറി സാർ. ഞാൻ ഇവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കണം സാർ. എന്നെ നാണം കെടുത്തിയതേ ഈ പെൺകുട്ടിയാ. ഇവള് പോലീസിനെ വിളിക്കാൻ വരെ പോയി. ഞാൻ ഏതോ ക്രിമിനൽ ആണെന്നും നിങ്ങളെ കൊന്ന് ഈ കാർഡ് അടിച്ചു മാറ്റിയെന്നും വരെ പറഞ്ഞു. ഹരിണി! സർ, ഞാൻ എന്ത് ചെയ്തിട്ടാ? അയാളെ ഒന്ന് നോക്കിക്കേ. ഇയാളെപ്പോലെ ഒരാള് എങ്ങനെയാ സർ VIP ആവുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ചത്. ജോണിന് തല പെരുക്കുന്നത് പോലെ തോന്നി. അയാൾ അവളെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഹരിണി, ഇതാരാണെന്ന് തനിക്കറിയോ? ഇതാണ് ശ്രാവൺ ദേവ്. ആ കാർഡ് സാറിന്റെയാണ്. ആ കാർഡിൽ എന്താ ഉള്ളതെന്നറിയോ? ഈ കൊച്ചിയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ വലിയൊരു ഭാഗം ഈ ചെറുക്കന്റെ കയ്യിലാണ്. നമ്മുടെ ബാങ്കിന്റെ ഭാവി പോലും അവനെയാണോ താൻ ഇങ്ങനെ അപമാനിച്ചത്? ഛേ, എന്ത് മണ്ടത്തരമാണ് നീ കാണിച്ചത്. സോറി സർ. ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യം ചെയ്യും, ആദ്യം താൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നേരത്തെ വിളിച്ചു പറഞ്ഞത് റോങ് ഇൻഫർമേഷൻ ആണെന്ന് പറ. എന്നിട്ട് നീ ആ മനുഷ്യനോട് പോയി മാപ്പ് പറ. അയാൾ സമ്മതിച്ചാൽ മാത്രം നിനക്ക് ഇവിടെ ജോലി തുടരാം. ഇല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീരും. പെട്ടെന്നാകട്ടെ സർ. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ശ്രാവണിന്റെ അടുത്തേക്ക് ഓടി. എന്റെ കാര്യം ഇന്നത്തോടെ തീർന്നു. ഹലോ ഓഫീസർ. സർ, എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ മുമ്പ് വിളിച്ചു പറഞ്ഞത് ഒരു റോങ് ഇൻഫർമേഷന്റെ പുറത്തായിരുന്നു. പ്ലീസ് ഡോണ്ട് കം സർ. സോറി മാഡം, ഞങ്ങൾ ഇവിടെ നിന്ന് ഓൾറെഡി ഇറങ്ങിയിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്പെക്ടർ സാറിനോട് പറഞ്ഞാൽ മതി. ഓക്കെ? ബട്ട് സർ, ഹരിണി, നീ തീർന്നു. ഐ എം സോറി സർ. ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്. എനിക്ക് സാറിനെ ഇൻസൾട്ട് ചെയ്യണമെന്നുള്ള ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ. സർ, ഇതാ കുറച്ച് വെള്ളം കുടിക്കേ. നോ നോ, വേണ്ട. അയ്യോ, ദേ സാറിന്റെ കാർഡ് താഴെ പോയി. ഇത് സർ, ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഇത് പറഞ്ഞുകൊണ്ട് ശ്രാവൺ തന്റെ കാർഡുമായി ബാങ്കിന് പുറത്തേക്ക് നടന്നു. ശ്രാവൺ ഹരിണിയോട് ക്ഷമിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
ഞാൻ അറിയാതെ ചെയ്ത. സത്യം പറഞ്ഞാൽ ശ്രാവണിന് പോലും തന്റെ കയ്യിൽ ആ കാർഡ് കിട്ടുമെന്നും അതിൽ ഇത്രയും പണമുണ്ടെന്നും അറിയില്ലായിരുന്നു. ഇത്രയും പണം കയ്യിൽ കിട്ടിയാൽ ശ്രാവൺ എന്തൊക്കെയാകും ചെയ്യാൻ പോകുന്നത്? ഒരൊറ്റ രാത്രി കൊണ്ട് എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി ശ്രാവണിന്റെ ലൈഫ് എങ്ങനെയാകും മാറി മറിയാൻ പോകുന്നത്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.